2015 മുതൽ 16 രജിസ്ട്രേഷൻ വരുന്ന നാനോ ടിസ്റ്റ് എന്നാണ് പേര്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നിലവില് എന്തൊക്കെ വർക്ക് ഇതിന് എടുക്കാൻ പറ്റും, എന്തൊക്കെ അതായത് എക്സ്ട്രാ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും, അത്രയും വർക്ക് എടുപ്പിച്ചിട്ടുണ്ട്. കാരണം 4 ടയർ ഒരുമിച്ച് മാറ്റിയിരിക്കണേ, എല്ലാ ഫിൽറ്റേഴ്സും ചേഞ്ച് ചെയ്തിന്. എന്നിട്ട് ഇപ്പൊ ഒരു ലോങ് ഡ്രൈവ് ഒക്കെ പോയി വന്നതാണ്. അപ്പൊ എന്താ വെച്ചാല് അത്രയും വർക്ക് ചെയ്ത വണ്ടിയാണ്, ക്ലീൻ ആക്കി കൊണ്ടുവന്ന. ഡിക്ക് ഓപ്പൺ ചെയ്യുന്ന സ്റ്റേറ്റ് ഫുൾ ഓപ്ഷൻ, AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, 2 ഡോർ വിൻഡോ ഒക്കെ വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. നമുക്ക് എത്ര കൊടുക്കാൻ വേണ്ടി? ഇത് നമ്മളിവിടെ ഇത് ഓൾമോസ്റ്റ് ഒരു 40,000 രൂപ പണി എടുപ്പിച്ച വണ്ടിയാണ്. അത്രയും ലോങ് പോകാൻ വേണ്ടി ഉത്തരാഖണ്ഡ് പോയി വന്നതാണ് തെറ്റ്. അപ്പൊ എന്താ വെച്ചാൽ ഇതിന്റെ 4 ടയേഴ്സ് എടുക്കുന്ന ആൾക്ക് ഒരു പണിയില്ല, എണ്ണ അടിച്ച് മാത്രം ഓടിയാൽ മതി, വേറെ പണി കാര്യങ്ങളൊന്നുമില്ല. ഇത് നമ്മള് 1.20 ഇവിടെ ചോദിക്കുന്നുണ്ട്. ഇത് നമുക്ക് ഫൈനൽ ഒരു 1.15 കൊടുക്കാം. 1.15 നമുക്ക് കൊടുക്കാം. കസ്റ്റമർ വന്നതാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഫിനാൻസ് എന്തെങ്കിലും കിട്ടും ഇതിന്? ഫിനാൻസ് ഇതിന് പൊതുവെ ഫിനാൻസ് കേരളില്ല, പക്ഷെ നമുക്ക് ശ്രീരാമ പോലുള്ള ഏതെങ്കിലുമൊക്കെ വാണ്ടോരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. കസ്റ്റമർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഒരു ആൾട്ടോ അല്ലേ, അത് മെറൂൺ കളർ. മെറൂൺ കളർ നല്ല വൃത്തിയുള്ള കളർ അല്ലേ. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഇതിന് റീപ്ലേസ്മെന്റ് ഉണ്ട്. ഇതിന് ജസ്റ്റ് ഇതിന്റെ ബോണറ്റ് ഒന്ന് ചെറുതായിട്ട് ഞെളിഞ്ഞോണ്ട് റീപ്ലേസ് വന്നിട്ടുണ്ട്. വേറെ മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ? മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ചെറിയൊരു റീപ്ലേസ് ഉള്ളത് നമുക്ക് കസ്റ്റമർ ഡയറക്റ്റ് വരികയാണെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാം. എത്ര കിലോമീറ്റർ ഓടി പറഞ്ഞോ? ഇതിപ്പോ ഇതില് 80,000 കാണിക്കുന്നുണ്ട്. മോഡൽ എത്ര? ഇത് 2010 മോഡൽ, പുതിയ പേപ്പർ, 30 വരെ പേപ്പർ ഒക്കെ എടുത്ത വണ്ടിയാണ്. 2030 വരെ പേപ്പർ എടുത്ത വണ്ടി. വേറെ നമുക്ക് അപാകതയും കാര്യങ്ങളൊന്നും ഇല്ല. നിലവിലെ അപാകതമാണ് ഇപ്പൊ ഈ ഒരു റീപ്ലേസ് ഉള്ളുണ്ട്. അപ്പൊ കസ്റ്റമർ ഡയറക്റ്റ് വരികയാണെങ്കിൽ കാണിച്ചു കൊടുത്തിട്ട് വേറെ മേജർ ആയിട്ടുള്ള ഒന്നുമല്ല. ഇല്ല. നമുക്ക് എത്ര കൊടുക്കാൻ വേണ്ടി? ഇത് നമ്മളിവിടെ 1.15 ചോദിക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ട് മാറ്റങ്ങൾ വരുത്തിയിട്ട് കസ്റ്റമർക്ക് വരികയാണെന്നുസരിച്ച് കുറച്ച് കൊടുക്കാം. അടുത്ത ഡാറ്റ്സന്റെ റെഡിഗോ. ഡാറ്റ്സന്റെ റെഡിഗോ ഇപ്പൊ നിസാന്റെ ഒരു സബ് കമ്പനിയാണ് ഡാറ്റ്സന്റെ റെഡിഗോ. ഡാറ്റ്സൺ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഫാമിലിക്കൊക്കെ ചെറിയ പൈസക്ക് ഒരു കാർ എന്നുള്ള കോൺസെപ്റ്റ് രീതിയിൽ എന്താ ചെയ്യാ, ഡാറ്റ്സന്റെ റെഡിഗോ ഒക്കെ വാങ്ങാൻ പറ്റും. റീപ്ലേസ് ഒന്നും ഇല്ലാത്ത ഷോറൂമിൽ നമ്മൾ എങ്ങനെയാണ് വണ്ടി എടുക്കുക ആ സെയിം കണ്ടീഷനിൽ. ടയർ ഒരു കുറച്ച് തേഞ്ഞെന്നല്ലാണ്ട് നിലവിൽ അപാകതയും കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ് വെറും 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ് ഒന്നുമില്ല. നമുക്ക് ഗ്യാരണ്ടിയിൽ റീപ്ലേസ് കസ്റ്റമർ കണ്ടെത്താണെങ്കിൽ നമ്മളത് തിരിച്ചെടുക്കാം. അത്രയും ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാം. നമുക്ക് എത്ര കൊടുക്കാൻ വേണ്ടി? ഇത് ഇപ്പൊ പുറത്തൊക്കെ പൊതുവെ മാർക്കറ്റിൽ 2.30 ചോദിക്കുന്നവരുണ്ട് ഇങ്ങനെ സിംഗിൾ ഓണർ വണ്ടിക്കൊക്കെ. നമ്മളെടുത്തത് ഫൈനല് ഇത് നമുക്ക് ഒരു 1.95 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. 1.95 ഓഫർ വിലക്ക് നമുക്ക് കൊടുക്കാം. അതും സിംഗിൾ ഓണർഷിപ്പ് ഷോറൂമിൽ നടക്കുന്ന പോലെ തന്നെ കൊണ്ടുപോകും. എത്ര ഫിനാൻസ് ഇതിന് നമുക്ക് മാക്സിമം ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. ഒരു 1.50 ഒക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഒരു 10, 40, 50 35 രൂപ 40 ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി കൊണ്ടുപോകാം. അല്ല അത്യാവശ്യം നല്ല ട്രാക്ക് കസ്റ്റമർക്കാണെങ്കിൽ 10, 35, 40 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. അടുത്തൊരു ഐട്ടൺ അല്ലേ? i10 അത് ഓട്ടോമാറ്റിക് വണ്ടി. ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ഓപ്ഷൻ. ഇത് നോക്കുകയാണെങ്കിൽ 2009 മോഡലാണ്. 2029 വരെ പേപ്പർ, ലാസ്റ്റ് വരെ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. റീപ്ലേസ് ഒന്നും ഇല്ല, ഒന്നും റീപ്ലേസ് ഇല്ല. നല്ല നീറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. എത്ര ഓണർഷിപ്പ് ആയിപ്പോ? ഇപ്പൊ നിലവില് സിംഗിൾ ആയിരുന്നു. പക്ഷെ എന്താ വെച്ചാൽ നമ്മളിത് ഷോപ്പിംഗ് എടുത്തോണ്ട് നമ്മളെ പേരിക്ക് മാറിയിട്ടുണ്ടാവില്ല. അപ്പൊ സെക്കൻഡിലാണ് കിടക്കുന്നത്. പക്ഷെ ഇത് ശരിക്കും നോക്കുകയാണെങ്കിൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. എത്ര കിലോമീറ്റർ ഓടിക്കുന്നത്? ഇതിപ്പോ കറക്റ്റ് ഒന്നിന്റെ അടുത്ത് ഓടിയുണ്ട്. അപ്പൊ ഒരു ലേഡീസിനൊക്കെ അങ്ങനത്തെ, അതായത് ഇപ്പൊ നിലവിൽ ലേഡി യൂസ് ചെയ്ത വണ്ടിയാണ്. അപ്പൊ ലേഡീസിനൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് എടുത്ത് ഓട്ടോമാറ്റിക് വണ്ടിയുള്ളവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. അതായത് ചെറിയൊരു വണ്ടി നല്ല ഒതുക്കത്തിൽ ഓടിക്കാം. ലേഡീസിനൊക്കെ പറ്റിയ വണ്ടിയാണ്. നമുക്ക് എത്ര കൊടുക്കുക വണ്ടി? ഈ റെഡ് കളർ വണ്ടി ഇത് നമ്മള് ഇവിടെ 2.10 ചോദിക്കുന്നുണ്ട്. ഫൈനൽ നമുക്കൊരു 2 രൂപ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ വണ്ടി ഒരു ഓട്ടോമാറ്റിക് i10 ആണ്. ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ഓപ്ഷൻ, റീപ്ലേസ് ഇല്ലാത്ത വണ്ടി. റെനോൾട്ടിന്റെ കിഡ്. മോഡൽ തന്നെ ഇത് നോക്കുകയാണെങ്കിൽ 2016 മോഡലാണ്. 2016 സിംഗിൾ ഓണർ വണ്ടി. വെറും 60,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. 60,000 കമ്പനി ഹിസ്റ്ററിയും കാര്യങ്ങളുണ്ടോ? എല്ലാം ഉണ്ട്. ഇത് റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. കസ്റ്റമർ കൊണ്ടുപോയിട്ട് അവർക്ക് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും കാണിച്ചു തരാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വണ്ടി തിരിച്ചെടുക്കും. അത്രയും ഗ്യാരണ്ടിയിൽ നമുക്ക് വണ്ടി കൊടുക്കും. തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കും. ഒരു റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഒരു ഫാമിലിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ലോ ബഡ്ജറ്റ് വരുന്ന ഒരു വണ്ടി. നമുക്ക് എത്ര കൊടുക്കാൻ വേണ്ടി? ഇത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? നമുക്ക് ഫൈനൽ ആയിട്ട് നമ്മൾ 2 രൂപ ചോദിക്കുന്നുണ്ട്. 1.95 നമുക്ക് എന്താ ചെയ്യാം? 1.95 നമുക്ക് ഫൈനലാക്കി കൊടുക്കാം. എത്ര ഫിനാൻസ് ഇതിന് നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം. ഒരു 10 രൂപ മാത്രം മതി. 10 രൂപ ഉണ്ടെങ്കിൽ നമുക്കൊരു കിഡ് വണ്ടി കൊണ്ടുപോകാം. അത്യാവശ്യം നല്ല ട്രാക്ക് കസ്റ്റമർക്കാണ് ഒരു കിഡ് കൊണ്ടുപോകും. 10 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം. 10,000 കൊടുത്ത് നമുക്ക് എടുക്കാം. മാരുതിന്റെ ഒരു റിറ്റ്സിലെ അതും വൈറ്റ് കളർ. ഓക്കെ, ഇതേ മോഡൽ തന്നെ. ഇത് നോക്കുകയാണെങ്കിൽ 2013 മോഡല്. അപ്പൊ ഇനി 28 വരെ പേപ്പർ ഉണ്ടാവും.
28 വരെ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ആവും. ഓക്കെ. നോക്കുകയാണെങ്കിൽ 2013 മോഡല് VDI ഓപ്ഷൻ ആണ് ഫുൾ അല്ല നേരെ താഴെയുള്ളത്. ഓക്കെ. അത്യാവശ്യം നല്ല മൈലേജും കിട്ടും. അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും. കാരണം ഒരു 17-18 മേലൊക്കെ മൈലേജും കിട്ടും. ഡീസലല്ലേ. ഓക്കെ. പിന്നെ ഇതിപ്പോ എത്ര കിലോമീറ്റർ ഓടിക്കണേ? ഇതിപ്പോ 1 മേലെ ഓടിയുണ്ട്, 1:30 ഓടിയുണ്ട്. അത് കമ്പനി ഹിസ്റ്ററി ഉണ്ടോ? കമ്പനി ഹിസ്റ്ററി കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ടില്ല. കസ്റ്റമർക്ക് വന്നിട്ട് ചെക്ക് ചെയ്യാം, വേണമെങ്കിൽ എടുക്കാം. ഓക്കെ. നമുക്ക് ഫൈനലൊക്കെ കൊടുക്കാൻ വേണ്ടി ഇത് ഫൈനല് നമുക്ക് ഡീസല് റിക്സ് നമ്മൾ വീഡിയോ നമ്മൾ ചോദിക്കുന്നത് നമ്മള് ഫൈനല് 2.80 ചോദിക്കുന്നുണ്ട്. 2.75 നമുക്ക് ഫൈനൽ 2.75 നമുക്ക് ഫൈനൽ ഫിനാൻസ് കിട്ടും ഏകദേശം. ഇത് നമുക്കൊരു 2.20 വരെ ഫിനാൻസ് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഒരു 10-50 ഉറുപ്പ്യ വണ്ടി ഇറക്കാം. 10-50 ഉറുപ്പ്യ ഉണ്ട്, ഒരു 70,000-60,000 ഉറുപ്പ്യ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ വണ്ടി ഇറക്കാം. അല്ല അത്യാവശ്യം നല്ല ട്രാക്ക് കസ്റ്റമർക്ക് ആണെങ്കിൽ 10-50-60 ആ റേഞ്ചിലൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. ഇതൊരു i10 അല്ലേ? i10 മോഡലായിരുന്നു. ഇത് 2013 മോഡലാണ്. 2013 നിലവിൽ സെക്കൻഡ് ഓണർ ആയിട്ടുണ്ട്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല, ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ സൈഡിലും കാര്യങ്ങളും